ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റീസ് ഓഫ് എ സോഷ്യൽ സയൻസ് ടീച്ചർ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു സോഷ്യൽ സയൻസ് ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഒരു സോഷ്യൽ സയൻസ് ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പറഞ്ഞാലല്ലേ എനിക്ക് അതുപോലെ ആവാൻ ക്വാളിറ്റീസൊക്കെ ഉള്ള ടീച്ചറായിട്ട് നാളെ കുട്ടികളുടെ മുന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഒരു ടീച്ചർ ആവാൻ എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എന്തൊക്കെയാണ് ഒരു ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? സോഷ്യൽ സയൻസ് ടീച്ചർ അവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മളൊരു ടീച്ചറാവാൻ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം പറയൂ. അപ്പോൾ ടീച്ചർ എന്നുള്ള വേർഡിന് ഒരുപാട് അബ്രിവിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്, ടീച്ചർ. TEACHER അല്ലേ? അപ്പോൾ T ഇൻഡിക്കേറ്റ്സ് ടെറിഫിക്, E ഇൻഡിക്കേറ്റ് എനർജറ്റിക്, A ഇൻഡിക്കേറ്റ് ഏബിൾ ആൻഡ് C cheerful, H ഹാർഡ് വർക്കിംഗ്, E enthusiastic ആൻഡ് R remarkable. അപ്പോൾ ടീച്ചർ എന്നുള്ളതിൻ്റെയാണ് അബ്രിവേഷൻസ് ആണ്. ടെറിഫിക് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, ഏബിൾ ആയിരിക്കണം, ചെയർഫുൾ ആയിരിക്കണം, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം, റിമാർക്കബിൾ ആയിരിക്കണം അല്ലേ? ഒരു ടീച്ചർക്ക് തൻ്റെ സബ്ജക്റ്റിൽ ഗാഢമായ അറിവുണ്ടായിരിക്കണം. ആ ടീച്ചർ എനർജറ്റിക് ആയിരിക്കണം. ക്ലാസ്സിൽ ടീച്ചർ എത്രത്തോളം എനർജറ്റിക് ആണോ അത്രത്തോളം നമുക്ക് കുട്ടികളെ എനർജറ്റിക് ആയിട്ട് കൊണ്ടുവരാൻ കഴിയും അല്ലേ? ടീച്ചർ ഇങ്ങനെ വാടിത്തളർന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുട്ടികളും എങ്ങനെ തന്നെ ആയിരിക്കും? സെയിം അതുപോലെ ആയിരിക്കും അല്ലേ? അവർ അല്ലെങ്കിൽ പല ഡ്യൂട്ടിയിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ക്ലാസ് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ അവരങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ടീച്ചർ എന്തായിരിക്കണം? എനർജറ്റിക് ആയിരിക്കണം. അതുപോലെ തന്നെ തൻ്റെ കുട്ടികളെ നാളത്തെ നല്ല തലമുറയാക്കി നല്ല സിറ്റിസൺസായി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഓരോ ടീച്ചറും ക്ലാസ്സിലെത്തുന്നത് അല്ലേ? അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം ടീച്ചർ. പഠിപ്പിക്കുന്ന കണ്ടൻസിനെ കുറിച്ചിട്ട് അതിൻ്റെ മെറ്റീരിയൽ കളക്ട് ചെയ്യാനായാലും എങ്ങനെയായാലും നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളായിരിക്കണം ടീച്ചർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അല്ലേ? ഇതല്ലാതെ തന്നെ നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒരുപാട് ടീച്ചേഴ്സിനെ കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പോൾ ചില ടീച്ചേഴ്സിനെ കണ്ടാൽ നമുക്ക് തോന്നും ഒരു ടീച്ചറായി ഇങ്ങനെ ആയിരിക്കും. ചിലരെ കണ്ടാൽ തോന്നും ഒരിക്കലും ഒരു ടീച്ചർ ഇങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ഇതായിട്ട് നമുക്ക് തന്നെ ഒരു ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റീസൊക്കെ ഏകദേശം അറിയാം. അപ്പം ഇനി ഒരു സോഷ്യൽ സയൻസ് ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു ടീച്ചർ ആവാനുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻസ് ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് ആ ടീച്ചറുടെ, ഇപ്പോൾ സോഷ്യൽ സയൻസ് ടീച്ചറുടെ റോള് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. റോൾ അറിഞ്ഞാലാണ് അതിന് വേണ്ട ക്വാളിറ്റീസ് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഒരു സോഷ്യൽ സയൻസ് ടീച്ചറുടെ റോള് എന്ന് നോക്കാം. ടു ട്രാൻസ്മിറ്റ് നോളേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റോളുണ്ട് ആർക്ക്? ടീച്ചർക്ക്. അതേത് ടീച്ചർക്കായാലും നോളേജ് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളൊരു റോളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ടീച്ചറും എന്ത് ചെയ്യുന്നു? ടു ട്രാൻസ്മിറ്റ് നോളേജ്. സെയിം അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ഗൈഡൻസ്. അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ട് ടീച്ചർ എന്താണ്? ഗൈഡായിരിക്കണം അല്ലേ? ഫ്രണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസ്, കുട്ടികൾക്ക് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം ആളാണ്. അത്തരം ഒരു റോളും ആർക്കുണ്ട്? ടീച്ചർക്കുണ്ട്, സോഷ്യൽ സയൻസ് ടീച്ചർക്കുണ്ട്. സെലക്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് മെറ്റീരിയൽ, നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ട മെറ്റീരിയൽസിൻ്റെയൊക്കെ സെലക്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഓർഗനൈസേഷൻ, അതൊക്കെ ആരുടെ റോളാണ്? ടീച്ചറുടെ റോളാണ്. അപ്പോൾ സെലക്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് മെറ്റീരിയൽസ്. ടു ഐഡൻറ്റിഫൈ ദ ഇൻട്രസ്റ്റ് ആൻഡ് നീഡ് ഓഫ് സ്റ്റുഡൻറ്റ്. നമ്മൾ ഓരോ ടീച്ചേഴ്സും, ഇതിപ്പോൾ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഒരു ടീച്ചർ ആ ക്ലാസ്സിലെ കുട്ടികളുടെ നീഡ്സും ഇൻട്രസ്റ്റും അറിഞ്ഞിരിക്കണം. അപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ നീഡ്സ് എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഒരു ടീച്ചർക്ക് നന്നായിട്ട് അവിടെ ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ കുട്ടിയെ അറിഞ്ഞ് ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ടീച്ചർക്ക്
എസ്പെഷ്യലി എന്നല്ല, നമ്മളിപ്പോൾ പഠിക്കുന്നത് സോഷ്യൽ സയൻസ് ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി ആയതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് മാത്രം. ടു ഐഡൻറ്റിഫൈ ദ ഇൻട്രസ്റ്റ് ആൻഡ് നീഡ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഇപ്പം നമ്മൾ 4 പോയിന്റ് പറഞ്ഞു. ടു ട്രാൻസ്മിറ്റ് നോളേജ്, ടു പ്രൊവൈഡ് ഗൈഡൻസ്, സെലക്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് മെറ്റീരിയൽസ്, ടു ഐഡൻറ്റിഫൈ ദ ഇൻട്രസ്റ്റ് ആൻഡ് നീഡ് ഓഫ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇത്രയും റോൾസ് ഉണ്ട്. ഇനി ബാക്കി നോക്കാം. ടു ഡയറക്റ്റ് സോഷ്യൽ റിസർച്ച്. അപ്പോൾ സോഷ്യൽ സയൻസ് ടീച്ചർക്കാണ് എന്തിനു കഴിയുള്ളൂ? ആ കുട്ടിയെ ഒരു സോഷ്യൽ റിസർച്ചിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടു ഡയറക്റ്റ് സോഷ്യൽ റിസർച്ച്. പ്യൂപ്പിൾ സെൻറ്റേർഡ് ടീച്ചിങ്. ഓൾവേസ് ഒരു ടീച്ചർ എപ്പോഴും എങ്ങനെ ആയിരിക്കണം? സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അല്ലെങ്കിൽ പ്യൂപ്പിൾ സെൻറ്റേർഡ് ടീച്ചിങ് ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. കുട്ടികൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, കുട്ടികളുടെ ഇൻട്രസ്റ്റും നീഡ്സും ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ അവർ പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അല്ലെങ്കിൽ പീപ്പിൾ സെൻറ്റേർഡ് ടീച്ചിങ് ആയിരിക്കണം നടക്കേണ്ടത്. ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ഫോർ സിറ്റിസൺഷിപ്പ്. അതൊരു സോഷ്യൽ സയൻസ്. ബാക്കിയൊക്കെ നമുക്ക് എന്ത് പറയാം, എല്ലാ ടീച്ചേഴ്സിനും വേണ്ട അല്ലെങ്കിൽ എല്ലാ ടീച്ചർക്കുള്ള റോളാണെന്ന് പറയാം. പക്ഷേ ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ഫോർ സിറ്റിസൺഷിപ്പ് ഇത് കൊടുക്കുന്നത് മെയിൻലി ആരാന്ന് നമുക്ക് പറയാം? സോഷ്യൽ സയൻസ് ടീച്ചറാണ്. കുട്ടികളെ ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് വളർത്തിയെടുക്കുന്നത് അതിലൊരു പ്രധാന ഘടകം അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ആളാണ് ആര്? സോഷ്യൽ സയൻസ് ടീച്ചർ. അപ്പോൾ ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ഫോർ സിറ്റിസൺഷിപ്പ്. അപ്പോൾ കുട്ടികൾക്ക് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നത് ആരാണ്? ആ റോൾ ആർക്കാണ്? സോഷ്യൽ സയൻസ് ടീച്ചർക്കാണ്. പ്രൊമോഷൻ ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ. അതുപോലെ തന്നെ നാഷണൽ ഇൻ്റഗ്രേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്. പ്രൊമോഷൻ ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ കുട്ടികളിൽ നാഷണൽ ഇൻ്റഗ്രേഷനും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ അതിനൊക്കെയുള്ള പ്രൊമോഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളിൽ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്, നാഷണൽ ഇൻ്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിലൊരു പ്രധാന റോൾ തന്നെ ആർക്കുണ്ട്? സോഷ്യൽ സയൻസ് ടീച്ചർക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു 8 റോളാണ് നമുക്ക് എന്തിനു പറയാനുള്ളത്? ഒരു സോഷ്യൽ സയൻസ് ടീച്ചർക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? റോൾ ഓഫ് സോഷ്യൽ സയൻസ് ടീച്ചർ: ടു ട്രാൻസ്മിറ്റ് നോളേജ്, provide guidance, selection and organization of material, to identify the interests and the needs of student. Fifth one, to direct social research, pupil centered teaching, imparting training for citizenship, promotion of national integration and international understanding. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സോഷ്യൽ സയൻസ് ടീച്ചർക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻസ് ടീച്ചറുടെ റോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് ഒരു സോഷ്യൽ സയൻസ് ടീച്ചറുടെ റോള് എന്ന് നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പറയൂ, എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം ഒരു സോഷ്യൽ സയൻസ് ടീച്ചർക്ക്? റോൾ എന്താണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ക്വാളിറ്റീസ് പറയാമല്ലോ അല്ലേ? അപ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം ഒരു സോഷ്യൽ സയൻസ് ടീച്ചർ ആവാൻ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻസ് ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ക്വാളിറ്റീസ് ഓഫ് സോഷ്യൽ സയൻസ് ടീച്ചർ. ഫസ്റ്റ് വൺ, പേഷ്യൻസ്. ഒരു ടീച്ചർ, അത് സോഷ്യൽ സയൻസ് ടീച്ചർ ആയിക്കോട്ടെ മറ്റേത് ടീച്ചർ ആയിക്കോട്ടെ, എന്ത് വേണം? പേഷ്യൻസ് വേണം. തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ അവരുടെ എന്താ പറയുക, അവരുടെ ബിഹേവിയേഴ്സിനൊക്കെ നല്ല രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ക്ഷമയോട് കേൾക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു എപ്പോഴും അവരുടെ നേരെ പൊട്ടിത്തെറിച്ചതാവാതെ എന്ത് ചെയ്യണം? നല്ല പേഷ്യൻസോടുകൂടി കുട്ടികളോട് പെരുമാറാനും അവർക്ക് നല്ലൊരു ഗൈഡായി സപ്പോർട്ടറായി ഒക്കെ നിൽക്കാനൊക്കെ കഴിയണം. അപ്പോൾ അതിനു വേണ്ടി നല്ല പേഷ്യൻസ് ഉള്ള ആളായിരിക്കണം ടീച്ചർ. നെക്സ്റ്റ് വൺ, പാഷൻ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് പാഷനോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് 100% നമ്മുടെ അത് ഇൻവോൾവ്മെൻറ്റ്സ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ സോഷ്യൽ സയൻസ് ടീച്ചർ അല്ലെങ്കിൽ ഏതൊരു ടീച്ചറായിക്കോട്ടെ, ആ ടീച്ചർക്ക് തൻ്റെ പ്രൊഫഷനോട് അല്ലേ, താൻ ചെയ്യുന്ന ജോലിയോട് നല്ല പാഷൻ ഉണ്ടായിരിക്കണം. നല്ല പാഷനുള്ള ഒരാൾക്ക് അത് അത്രയും നന്നായിട്ട് ചെയ്യാൻ കഴിയും. അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. തേർഡ് വൺ ആണ്
ക്വാളിറ്റി ഓഫ് സോഷ്യൽ സയൻസ് ടീച്ചറിൽ നമ്മൾ തേർഡ് വൺ ആയിട്ട് പറയുന്നതാണ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പ്രിൻ്റ് ചെയ്ത് നമ്മുടെ കുട്ടികളിൽ എത്തി. ഒരു വർഷം മാത്രമാണോ ടെക്സ്റ്റ് ബുക്കിൻ്റെ കാലാവധി? അല്ല, ഒരു 2-3-4 വർഷമൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് റിവൈസ് ചെയ്തിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പം നമ്മുടെ സോഷ്യൽ സയൻസിലൊക്കെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, ഓരോ പൊസിഷനിലുള്ള ആൾക്കാരെയൊക്കെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രപതി, മുഖ്യമന്ത്രി, അങ്ങനെ ഓരോ എല്ലാ പൊസിഷനിലിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ആ സമയത്ത് അതിലുള്ള പ്രസൻ്റ്ലി ആരാണ് ആ പൊസിഷനിലിരിക്കുന്നതെന്ന് ആ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരിക്കും. അത് ഇറങ്ങിയ സമയത്ത് പിന്നെ 2-3 വർഷം കഴിയുമ്പോൾ ഈ പൊസിഷനിലുള്ള ആൾ എന്തായിട്ടുണ്ടായിരിക്കും, അവിടുന്ന് മാറിയിട്ട് അവിടെ വേറെ ആൾ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് മാറാത്തതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ എന്തുതന്നെയായിരിക്കും, ആദ്യം ഉണ്ടായിരുന്ന ആളെ തന്നെയായിരിക്കും. അപ്പോൾ അതെന്നെ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ അതെന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുമോ? ഇല്ല. അപ്പോൾ അതിനെന്ത് വേണം? ടീച്ചർക്ക് ആദ്യം അതിനെക്കുറിച്ച് നോളജ് വേണം. അപ്പോൾ ടീച്ചർ തൻ്റെ സബ്ജക്റ്റിൽ എന്തുണ്ടാകണം? അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിൽ നമുക്ക് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം, അപ്ഡേറ്റ് ആയിരിക്കണം. നമ്മുടെ വിഷയത്തിൽ അപ്ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തുതന്നെയാണെങ്കിലും അതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ പൊസിഷൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ആ പൊസിഷനിൽ ഇപ്പോൾ ഇരിക്കുന്നത് ആരാന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അതിന് ഏബിൾ ആയിരിക്കണം ആര്? ടീച്ചർ. കമാൻഡ് ഓവർ സബ്ജക്റ്റ്. നമ്മുടെ സബ്ജക്റ്റ് ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ സബ്ജക്റ്റിൽ നല്ല ധാരണ എല്ലാം ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ടീച്ചർ. നെക്സ്റ്റ് വൺ സിറ്റുവേഷണൽ അനാലിസിസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പേഷ്യൻസ്, പാഷൻ, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, കമാൻഡ് ഓവർ സബ്ജക്റ്റ്, സിറ്റുവേഷണൽ അനാലിസിസ്. നെക്സ്റ്റ് വൺ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ടീച്ചേഴ്സ് എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എല്ലാ കാര്യത്തിനോടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളായിരിക്കണം ടീച്ചർ. നെക്സ്റ്റ് വൺ സ്ട്രോങ് കൺട്രോൾ ഓവർ ക്ലാസ് റൂം. നമ്മുടെ ക്ലാസ്സിന് അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ട ഫ്രീഡം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ ക്ലാസ്സിലൊരു സ്ട്രോങ് കൺട്രോളർ ആരുടെ കയ്യിൽ തന്നെ വേണം? ടീച്ചറുടെ കയ്യിൽ തന്നെ വേണം. അങ്ങനെയുള്ള, അല്ലാതെ അവരുടെ കുട്ടികൾ ഫ്രീഡമാണ് വലുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയെന്ന ക്ലാസ്സിനൊരു അച്ചടക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അവരോട് അത്രയും ഫ്രീ ആയിട്ടിരിക്കുകയും വേണം. കൂട്ടത്തിൽ ഒരു സ്ട്രോങ് കൺട്രോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിന് വേണം. നെക്സ്റ്റ് വൺ പ്രൊഫഷണൽ റീഡർ. ടീച്ചർ എപ്പോഴും ഒരു പ്രൊഫഷണൽ റീഡർ ആയിരിക്കണം. കാരണം വായന നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തരും, അല്ലേ? അപ്പോൾ ഒരുപാട് വായിക്കുമ്പോൾ അത്രയും നോളജ് നമ്മളിൽ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഒരു ടീച്ചർ എന്ന് പറയുന്ന വരും തലമുറയ്ക്ക് എന്താണ്, അവർക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ആളാണ്. അപ്പോൾ അതിനുള്ള എല്ലാ കഴിവും നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല വായനാശീലമുള്ള ആളായിരിക്കണം. ഒരു പ്രൊഫഷണൽ റീഡർ തന്നെ ആയിരിക്കണം ടീച്ചർ, സോഷ്യൽ സയൻസ് ടീച്ചർ. ഗുഡ് ഇവാലുവേറ്റർ. കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരിക്കണം. ഇപ്പോൾ ഒരു പേഴ്സണൽ ഇതും വയ്ക്കാണ്ട് അവരുടെ കഴിവിനനുസരിച്ച് അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം ടീച്ചർ. നെക്സ്റ്റ് വൺ നോളജ് ഓഫ് ചൈൽഡ് സൈക്കോളജി. അപ്പോൾ നമ്മൾ ഇപ്പോൾ BEd അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ചൈൽഡ് സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു ടീച്ചറാണെങ്കിലും ആ ടീച്ചർക്ക് എന്ത് വേണം? കുട്ടികളുടെ സൈക്കോളജി അറിഞ്ഞിരിക്കണം, അല്ലേ? കുട്ടികളുടെ ഓരോ പ്രായത്തിൽ അവരുടെ ബിഹേവിയേഴ്സ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലാണ് നമുക്കതിനനുസരിച്ച് അവരോട് പെരുമാറാനും അവരെ പഠിപ്പിക്കാനും എല്ലാം കഴിയുള്ളൂ. അപ്പോൾ നോളജ് ഓഫ് ചൈൽഡ് സൈക്കോളജി, കുട്ടികളുടെ സൈക്കോളജീനെ കുറിച്ച് അറിവുള്ള ആളായിരിക്കണം ആര്? സോഷ്യൽ സയൻസ് ടീച്ചർ ഓർ ടീച്ചർ. നെക്സ്റ്റ് നോളജ് ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് സോഷ്യൽ സയൻസ്. നമുക്ക് നമ്മുടെ കണ്ടൻറ്റ്, ഒരുപാട് കണ്ടൻറ്റ് നമുക്ക് പഠിപ്പിക്കാനുണ്ടായിരിക്കും. പല ക്ലാസ്സുകളിലായിട്ട് കുറേ കണ്ടൻറ്റ്സ് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കണ്ടൻറ്റും അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കും എല്ലാ ചാപ്റ്ററും നമ്മൾക്ക് ഒരേ രീതിയിലായിരിക്കില്ല പഠിപ്പിക്കേണ്ടത്. ചിലത് ലെക്ചറിങ് മെത്തേഡായിരിക്കും, അതിലൂടെ ആയിരിക്കും നമുക്കത് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്കത് മനസ്സിലാവാൻ അങ്ങനെയായിരിക്കും. ചിലത് എന്തായിരിക്കും? ആക്ടിവിറ്റി ബേസ്ഡ് എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും ആ കാര്യം കുട്ടികളിൽ എത്തിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിനനുസരിച്ച്
ഓരോ ടോപ്പിക്കും ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് അവരിൽ എത്തിക്കാൻ കഴിയുക എന്ന് നോക്കി അപ്പോൾ ടീച്ച് ചെയ്യാൻ സോഷ്യൽ സയൻസ് പഠിപ്പിക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ അതാണ് ഈ സോഷ്യൽ സയൻസ് ടീച്ചറുടെ മറ്റൊരു ക്വാളിറ്റി ആയിട്ട് പറയാനുള്ളത്. എങ്ങനെയൊക്കെ ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് ടീച്ച് ചെയ്യാം ഓരോ സബ്ജക്റ്റും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും വരുമ്പോൾ ആ ടോപ്പിക്ക് ഏത് രീതിയിൽ ഏത് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ ടീച്ച് ചെയ്താലാണ് കുട്ടികളിൽ എത്തുക എന്നുള്ളൊരു ധാരണ ഉള്ള ആളായിരിക്കണം സോഷ്യൽ സയൻസ് ടീച്ചർ. നെക്സ്റ്റ് വൺ, ഇംപ്രസീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റി. ഒരു ടീച്ചർ എപ്പോഴും കുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റി ആയിരിക്കണം. ടീച്ചറെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ടീച്ചറോട് ഇടപഴകുമ്പോൾ തന്നെ നമ്മളോടൊരു ഇഷ്ടം ഒക്കെ തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും ഇംപ്രസീവ് ആവണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അപ്പോൾ സോഷ്യൽ സയൻസ് ടീച്ചറുള്ള എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇംപ്രസീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റി ആയിരിക്കണം. നെക്സ്റ്റ് വൺ, എ പേഴ്സൺ ഓഫ് ഇൻറ്റഗ്രിറ്റി. പേഴ്സൺ ഓഫ് ഇൻറ്റഗ്രിറ്റി മീൻസ് ടീച്ചറിൽ തന്നെ എല്ലാം ഒരുപാട് ഇൻറ്റഗ്രിറ്റി, സമഗ്രമായ അറിവൊക്കെ ഉള്ള, അങ്ങനെ പറയില്ലേ, അങ്ങനെ ഒരു സമഗ്രത അല്ലേ ടീച്ചർക്ക് തന്നെ ഒരുപാട് മേഖലയായിട്ടുള്ള അറിവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഗുഡ് സിറ്റിസൺ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇമ്പാർട്ടിങ് സിറ്റിസൺഷിപ്പ് അല്ലേ, അത് ഒരു സോഷ്യൽ സയൻസ് ടീച്ചറുടെ റോളാണെന്ന് നമ്മൾ പറയണ്ടായി. അപ്പോൾ നമുക്ക് ഇമ്പാർട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ അല്ലെങ്കിൽ നല്ല സിറ്റിസണായിട്ട് അവരെ ഇമ്പാർട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ അങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരിക്കണം, ഒരു ഗുഡ് സിറ്റിസൺ ആയിരിക്കണം അല്ലേ. അപ്പോൾ സോഷ്യൽ സയൻസ് ടീച്ചർ എന്തായാലും ടീച്ചറുടെ ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നതാണ് ഗുഡ് സിറ്റിസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ പേഴ്സൺ ഹൂ ഗ്രോസ് പ്രൊഫഷണൽ ആയിരിക്കണം ടീച്ചർ. തൻ്റെ പ്രൊഫഷനോട് അത്യധികം എന്താ പറയുക, കൂറ് പുലർത്തുക എന്നൊക്കെ പറയില്ലേ, അത്രയും പ്രൊഫഷണൽ ആയിരിക്കണം. ടീച്ചിങ് എന്തുകൊണ്ടാണ് ഒരു പ്രൊഫഷൻ ആവുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എല്ലാ പ്രൊഫഷണലീസും ആർക്കുണ്ടായിരിക്കണം, പ്രൊഫഷണൽ ക്വാളിറ്റീസും ആർക്കുണ്ടായിരിക്കണം, ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. വെൽ എക്യുപ്ഡ് ഇൻ ഹ്യൂമൻ ക്വാളിറ്റീസ്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും ഹ്യൂമൻ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി നമ്മളിപ്പോൾ പഠിക്കുന്നത് നമ്മളെ സോഷ്യൽ സയൻസ് ടീച്ചറിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചാണ്. അപ്പോൾ സോഷ്യൽ സയൻസ് ടീച്ചർക്ക് എന്ത് വേണം, വെൽ എക്യുപ്ഡ് ഇൻ ഹ്യൂമൻ ക്വാളിറ്റീസ്, നല്ല ഹ്യൂമാനിറ്റി അല്ലേ, ഹ്യൂമൻ ക്വാളിറ്റീസ് എല്ലാം നിറഞ്ഞ ഒരാളായിരിക്കണം ആര്, സോഷ്യൽ സയൻസ് ടീച്ചർ. നെക്സ്റ്റ് വൺ, റിസോഴ്സ്ഫുൾ പേഴ്സൺ അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടീച്ചർ എന്നുള്ളതിൻ്റെ അബ്രിവേഷൻ പഠിച്ചപ്പോൾ തന്നെ പഠിച്ചു ഹാർഡ് വർക്കിംഗ് പഠിച്ചതാണ്. അപ്പോൾ നമ്മളുടെ വിഷയത്തെക്കുറിച്ച് എവിടുന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ പറഞ്ഞു നല്ല റീഡർ ആയിരിക്കണം എന്ന് പറഞ്ഞു, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എല്ലാം ചേർന്നാണ് റിസോഴ്സ്ഫുൾ പേഴ്സൺ. ഒരു റിസോഴ്സ്ഫുൾ പേഴ്സൺ ആയിരിക്കണം സോഷ്യൽ സയൻസ് ടീച്ചർ. നമ്മുടെ സോഷ്യൽ സയൻസിൽ തന്നെ ഒരുപാട് ഇതുണ്ട്, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 വരെ നമ്മൾ ഇതിലെല്ലാ കണ്ടൻസും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കണ്ടൻസിനെ കുറിച്ചും നല്ല അറിവുള്ള ആളായിരിക്കണം ടീച്ചർ. ഒരു റിസോഴ്സ് തന്നെ ആയിരിക്കണം കുട്ടികൾക്ക് അവരുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ കഴിയുന്ന അത്ര ഒരു റിസോഴ്സ്ഫുൾ ആയിരിക്കണം ടീച്ചർ. നെക്സ്റ്റ് വൺ, ഇന്നോവേറ്റീവ്. ഒരു ഇന്നോവേറ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കണം. അപ്പോൾ കുട്ടികളിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ടീച്ചറിൽ നിന്നായിക്കോട്ടെ, ടീച്ചർ കുട്ടികളിലേക്ക് ആയിക്കോട്ടെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യവും അല്ലെങ്കിൽ അത് ചെയ്യുന്നൊക്കെ ഒരാളായിരിക്കണം സോഷ്യൽ സയൻസ് ടീച്ചർ. പിന്നെ സോഷ്യൽ സയൻസ് ടീച്ചർക്ക് വേണ്ട ഒരു മെയിൻ ക്വാളിറ്റിയിലുള്ള ഒരു സംഭവമാണ് വൈഡ്ലി ട്രാവൽഡ്. നല്ല യാത്ര ചെയ്യുന്ന ആളായിരിക്കണം.
അപ്പോൾ യാത്ര നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ തരും അല്ലേ. പ്രധാനമായിട്ട് നമുക്ക് സോഷ്യൽ സയൻസിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്ററീനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കും, പിന്നെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് പഠിക്കും, പിന്നെ ഹിസ്റ്ററി നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ ഒരു ബുക്കിൽ വായിച്ചിട്ട് ഉള്ള അറിവ് വെച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനല്ലാതെ ഒരു എന്താ പറയുക ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ടീച്ചർക്ക് തന്നെ ഉണ്ടായിട്ട് പഠിപ്പിക്കുമ്പോൾ അതെന്തായിരിക്കും കൂടുതൽ ഇഫക്റ്റീവായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ വായിച്ച് പറയുന്നതും നമ്മളവിടെ പോയി കണ്ട് പറയുന്നതും വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ സോഷ്യൽ സയൻസ് ടീച്ചർ എന്തായിരിക്കണം, വൈൽഡ്ലി ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ക്ലൈമറ്റിക് കണ്ടീഷൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്കവേഷനൊക്കെ സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് അപ്പോൾ അവിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ഒക്കെ ടീച്ചർക്കൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഈ യാത്രകളിലൂടെ കിട്ടും അവിടെയൊക്കെ പോകുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ ഉണ്ടായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് കൂടുതൽ നല്ലതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നത്, വൈൽഡ്ലി ട്രാവൽഡ് പേഴ്സൺ ആയിരിക്കണം സോഷ്യൽ സയൻസ് ടീച്ചർ എന്നുള്ളത്. ലൈക്കിംഗ് ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത്സ്, കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒക്കെ അല്ലെങ്കിൽ യൂത്തിനോടൊക്കെ നല്ല ഇഷ്ടമുള്ള ആളായിരിക്കണം ടീച്ചർ. നെക്സ്റ്റ് വൺ, പിന്നെ ഏത് ടീച്ചർ ആയിക്കോട്ടെ, നമ്മൾ ഏത് സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചർ ആയിക്കോട്ടെ, ടീച്ചർ എന്തായിരിക്കണം, ഒരു ഗുഡ് മെൻ്റൽ ഹെൽത്ത് ഉള്ള ആളായിരിക്കണം അല്ലേ. നമുക്കിപ്പോൾ ഒരുപാട് ഫാമിലി പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ടീച്ചർക്ക് ചിലപ്പോൾ ടീച്ചറുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ക്ലാസ് റൂമിൽ ഇഫക്റ്റ് ചെയ്യാൻ പാടില്ല. ക്ലാസ് റൂമിൽ ഇപ്പോൾ ഇത്രയും കുട്ടികൾ വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവ് അല്ലെങ്കിൽ പഠിക്കാനാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസും ഇതൊക്കെ വെച്ച് അവരുടെ ക്ലാസ് നമ്മൾ ഒരിക്കലും ഇല്ലാണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസൊക്കെ പുറത്ത് വെച്ചിട്ട് വേണം ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറാൻ. നല്ലൊരു ഗുഡ് മെൻ്റൽ ഹെൽത്ത് ഉള്ള ഉണ്ടായിരിക്കണം ടീച്ചർക്ക്. ഹാവിങ് ഗുഡ് ICT സ്കിൽസ്, അപ്പോൾ ഇപ്പോഴത്തെ ക്ലാസ്സൊക്കെ ഫുൾ എന്താണ് ICT ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അല്ലേ. സ്മാർട്ട് ക്ലാസ് റൂം എന്നൊക്കെ അല്ലേ എല്ലാതും. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് ഇത്തരം സ്കിൽസൊക്കെ ഉള്ള ആളായിരിക്കണം. ഗുഡ് ICT സ്കിൽസ്, എ പേഴ്സൺ ഹൂ നോ ദ യൂസ് ഓഫ് ICT ഇൻ ടീച്ചിങ് സോഷ്യൽ സയൻസ് ഇൻ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ICT യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു അറിവ് ഉള്ള ആളായിരിക്കണം സോഷ്യൽ സയൻസ് ടീച്ചർ. ICT ഒക്കെ ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ ICT ബേസ്ഡ് ആണ്, സ്മാർട്ട് ക്ലാസ് റൂമാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരുപാട് ക്ലാസ് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത് ഈ ടീച്ചിങ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ എങ്ങനെ ഈ ICT ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു അത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമുക്കത് അറിഞ്ഞിരിക്കണം. ഹാവിങ് ഗുഡ് ICT സ്കിൽസ്, എ പേഴ്സൺ ഹൂ നോ ദ യൂസ് ഓഫ് ICT ഇൻ ടീച്ചിങ് സോഷ്യൽ സയൻസ് ഇൻ ക്ലാസ് റൂം. നെക്സ്റ്റ് വൺ, സെൻസ് ഓഫ് ഹ്യൂമർ. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ഫുള്ള് എന്താ പറയുക, ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ക്ലാസ് ബോറായിരിക്കും അല്ലേ. അപ്പോൾ നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളായിരിക്കണം ടീച്ചർ അല്ലേ. കുട്ടികളുടെ ഇടയ്ക്ക് ഒരു ചിരി ഒക്കെ കൊണ്ടുവരാനും ഒക്കെ കഴിയണം. അങ്ങനെ ആകുമ്പോഴാണ് അവർ ഒന്ന് റിഫ്രഷ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ കുട്ടികൾ അങ്ങനെ റിഫ്രഷ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളായിരിക്കണം ടീച്ചർ. നെക്സ്റ്റ്, ടാക്ട്ഫുൾനെസ്. ടാക്ട്ഫുൾനെസ് മീൻസ് നമുക്ക് നമ്മുടെ വിഷയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൽ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാത്തിലുള്ള സമഗ്രമായിട്ടുള്ള അറിവ്, നോളജ് ഒക്കെ ഉണ്ടായിരിക്കണം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണത്. ഇനി ലാസ്റ്റ് വൺ, കമ്മ്യൂണിക്കേറ്റീവ് പേഴ്സൺ. നല്ല കുട്ടികളുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയണം ടീച്ചർക്ക്. ടീച്ചർ എന്താണ് അവരിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം ടീച്ചർക്ക്. നല്ല കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം ടീച്ചർ. കുട്ടികൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും
അപ്പോൾ തിരിച്ചതിനാണെങ്കിലും ക്ലാസ് എടുക്കാനാണെങ്കിലും എന്താണെങ്കിലും നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് പേഴ്സൺ ആയിരിക്കണം ടീച്ചർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വാളിറ്റീസ് ഓഫ് എ സോഷ്യൽ സയൻസ് ടീച്ചർ പറയാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെ പറഞ്ഞു? ക്വാളിറ്റീസ് ഓഫ് സോഷ്യൽ സയൻസ് ടീച്ചർ എന്നുള്ളതിൽ നമ്മൾ ഫസ്റ്റ് സോഷ്യൽ സയൻസ് ടീച്ചറുടെ റോൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടീച്ചർ എന്നുള്ളതിൻ്റെ ഒരു അബ്രിവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? ടെറിഫിക്, എനർജറ്റിക്, ഏബിൾ, ചെയർഫുൾ, ഹാർഡ് വർക്കിംഗ്, എന്തൂസിയാസ്റ്റിക് ആൻഡ് റിമാർക്കബിൾ. പിന്നെ നമ്മൾ സോഷ്യൽ സയൻസ് ടീച്ചറുടെ റോള് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു സോഷ്യൽ സയൻസ് ടീച്ചറുടെ റോള് എന്ന് പറയുന്നത്? ടു ട്രാൻസ്മിറ്റ് നോളജ്, ടു പ്രൊവൈഡ് ഗൈഡൻസ്, സെലക്ഷൻ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് മെറ്റീരിയൽ, to identify the interest and needs of student, to direct social research, pupil-centered teaching, imparting training for citizenship, promotion of national integration and international understanding. ക്വാളിറ്റീസ് ഓഫ് സോഷ്യൽ സയൻസ് ടീച്ചറാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. റോൾസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ റോൾസിൽ നിന്ന് നമ്മൾ എവിടെ എത്തി? ക്വാളിറ്റീസിലേക്ക് എത്തി. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് എന്താ പറഞ്ഞത്? പേഷ്യൻസ്, പാഷൻ, up-to-date information, command over subject, situational analysis, positive attitude, strong control over classroom, a professional reader, good evaluator, knowledge of child psychology, knowledge of different method of teaching social science, impressive and interesting personality, a person of integrity, good citizen, a person who grow professional, well equipped human qualities, resourceful person, innovative, highly competent, widely traveled, liking for children and youths, good mental health, having good ICT skills, sense of humor, tactfulness, communicative persons. അപ്പോൾ ഇത്രയും ക്വാളിറ്റീസാണ് ഒരു സോഷ്യൽ സയൻസ് ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു ധാരണ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും സോഷ്യൽ സയൻസ് ടീച്ചറാവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ റോൾസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഒരു ടീച്ചറായി എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ധാരണ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ക്വാളിറ്റീസ്, ഒരു സോഷ്യൽ സയൻസ് ടീച്ചർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടി അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് സോഷ്യൽ സയൻസ് നിന്ന് അപ്പോൾ 8, 9, 10 ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ സയൻസിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് എങ്ങനെയാണ് അത് നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്, ആ ടോപ്പിക് എങ്ങനെയാണ് നിങ്ങളത് കുട്ടികളിൽ എത്തിക്കുന്നത് എന്നുള്ളൊരു ചെറിയ ഡെമോൺസ്ട്രേഷൻ പോലെ ഒരു ചെറിയ ക്ലാസ് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു 2, 3, 4 പേര്, ഒരു 5-6 പേരായിട്ട് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക ആരാണ് ക്ലാസ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഇത്തരം ക്വാളിറ്റീസൊക്കെ ഉൾക്കൊണ്ട് നോക്കട്ടെ എങ്ങനെയാണ് നിങ്ങളത് എടുക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അതിന് പ്രിപ്പയറായിട്ട് വരിക. ഓക്കെ, താങ്ക് യു.